ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് കിങ്ഡം എന്ന മൂവിയാണ്. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ 1920 കാലഘട്ടമാണ് കാണിക്കുന്നത്. ശ്രീകാകുളം എന്ന് പറയുന്ന ഒരു സ്ഥലം. അവിടെ ഒരു പ്രത്യേക ഗോത്രവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അവരുടെ ഒരു രാജാവും ഉണ്ടായിരുന്നു. ഒരുപാട് സ്വർണ്ണഖനികളുള്ള ആ ഒരു സ്ഥലത്തേക്ക് ബ്രിട്ടീഷുകാരുടെ കണ്ണെത്തുന്നു. അവിടുത്തെ ജനങ്ങളെ എല്ലാം തന്നെ കൊന്നൊടുക്കി ആ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ആയുധങ്ങളുമായിട്ടെത്തി. എന്നാൽ തന്റെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ രാജാവ് ധൈര്യത്തോടെ നിന്ന് ഈ ബ്രിട്ടീഷുകാരോട് പോരാടി. രാജാവിന്റെ പോരാട്ടം അധിക നേരം നീണ്ടുനിന്നില്ല. ബ്രിട്ടീഷുകാരുടെ തോക്കില് വെടിയേറ്റ് അവിടുത്തെ ഗോത്രവിഭാഗത്തിലെ ആൾക്കാരെല്ലാം മരിച്ചു വീണു. രാജാവിനും ഒരുപാട് പരുക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. തോക്കുമെന്ന് ഉറപ്പായപ്പോൾ രാജാവ് തന്റെ കിരീടം മൂടി ഒരു കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ഗോത്രത്തെ രക്ഷിക്കാൻ ഒരു രക്ഷകൻ വരും. അങ്ങനെ ഒരുവൻ വരുമ്പം ഈ കിരീടം അവന് നൽകണം. താനെങ്ങനെ അയാളെ മനസ്സിലാക്കുമെന്ന് ആ കുട്ടി ചോദിക്കുന്നുണ്ട്. ആ രാജാവ് അതിനെന്തോ ഉത്തരം പറയുന്നു. അത് നമ്മളെ കേൾപ്പിക്കുന്നില്ല. ആ കുട്ടി ഉൾപ്പെടെ ജീവിച്ചിരുന്ന ബാക്കി ആൾക്കാരെയെല്ലാം തന്നെ രാജാവ് അവിടെ ഉണ്ടായിരുന്ന കപ്പലിൽ കയറ്റി ശ്രീലങ്കയിലേക്ക് പറഞ്ഞു വിട്ടു. അതിനുശേഷം ബ്രിട്ടീഷുകാരെ രാജാവ് ഒറ്റയ്ക്ക് തന്നെ നേരിട്ടു. ആ പോരാട്ടത്തിൽ രാജാവ് മരിക്കുകയും ചെയ്തു. എന്നാൽ ആ യുദ്ധഭൂമിയിൽ മരണപ്പെടാത്ത ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ ആരും തന്നെ കണ്ടില്ല. പിന്നീട് കഥ കാണിക്കുന്നത് 70 വർഷങ്ങൾക്ക് ശേഷമാണ്. 1990 നമ്മുടെ നായകനായ സൂരി പോലീസ് കോൺസ്റ്റബിൾ ആയിട്ട് ജോലി ചെയ്യുകയായിരുന്നു. 18 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ തന്റെ ചേട്ടനെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവൻ. ചെറുപ്പത്തിലുണ്ടായിരുന്ന ചേട്ടന്റെ ഫോട്ടോ വെച്ചിട്ട് ഇപ്പോഴത്തെ ചേട്ടന്റെ രൂപം എങ്ങനെയിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത നാട്ടിലെ ഒരു സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ അടുത്തേക്ക് അവൻ വരുന്നു. അത് അവന്റെ കൂട്ടുകാരനായിരുന്നു. അയാളുടെ സഹായത്തോടു കൂടി അവിടെ ചിത്രം വരയ്ക്കുന്ന ആളെ കൊണ്ട് തന്റെ ചേട്ടന്റെ ഇപ്പോഴത്തെ ചിത്രം വരയ്ക്കാനായിരുന്നു അവന്റെ ശ്രമം. അങ്ങനെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അവിടെ കണ്ടൊരു വൃദ്ധനെ പോലീസുകാരൻ മർദ്ദിക്കുന്നത് അവൻ കാണുന്നു. കാര്യം അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ആ വൃദ്ധന്റെ മകന് നക്സലൈറ്റുകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ആ പയ്യനാകട്ടെ ഇപ്പോൾ സറണ്ടർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. പക്ഷേ പോലീസുകാര് കേസെടുത്ത് മുന്നോട്ട് പോകാതെ FIR പോലും ഇടാതെ അവനെ എൻകൗണ്ടറിലൂടെ തീർക്കാനുള്ള പ്ലാനിംഗ് ആയിരുന്നു. അത് തെറ്റായ നീക്കമാണ്. അത് മനസ്സിലാക്കിയ വൃദ്ധനാകട്ടെ തന്റെ മകൻ എവിടെയെന്ന് അന്വേഷിച്ചു വന്നിരിക്കുകയാണ്. ആ പാവം വൃദ്ധനെ അങ്ങനെ ചവിട്ടുന്നത് സൂര്യക്ക് ഇഷ്ടപ്പെട്ടില്ല. അവന് മനസ്സിലായി അവിടെയുള്ള റൂമില് അവരുടെ മകനെ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന്. അവൻ ആ റൂം തുറന്നിട്ട് പോലീസുകാരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് വൃദ്ധനെ അടിച്ചുകൊണ്ടിരുന്ന ഒരു സീനിയർ പോലീസുകാരനെ പോയി അടിക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസുകാരും സൂര്യയും തമ്മിലുള്ള വഴക്കിനിടയിൽ ആ പയ്യൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയി. അത് ശ്രദ്ധയിൽപ്പെട്ട പോലീസുകാർ അവന്റെ പിറകെ പോയെങ്കിലും അവനെ പിന്നീട് പിടിക്കാൻ പറ്റിയില്ല. ആ വൃദ്ധൻ സൂര്യയോട് ഒരുപാട് നന്ദി പറയുന്നു. എന്നാൽ ഒരു സീനിയർ പോലീസുകാരനെ അടിച്ചതിന്റെ പേരിലും ഒരു കുറ്റവാളിയെ രക്ഷിക്കാൻ സഹായിച്ചതിന്റെ പേരിലും സൂര്യയുടെ മേൽ എൻക്വയറി വരികയാണ്. സൂര്യയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളും കിട്ടിയ അവന്റെ ഒരു സീനിയർ ഓഫീസറും സ്പൈ ഹാൻഡലറുമായ JP ആകട്ടെ ഇവന്റെ ഈ ദേഷ്യവും ഒട്ടും പേടിയില്ലാത്ത സ്വഭാവവും എല്ലാം തന്നെ ഒരു അണ്ടർ കവർ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു. അവന്റെ വീട്ടിലാകട്ടെ അവന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അവന്റെ ഈ സ്വഭാവത്തിന്റെ പേരിൽ അവന്റെ അമ്മ എപ്പോഴും അവനോട് വഴക്കിടും. അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകും അവന്റെ അച്ഛനെ കൊന്നിട്ടാണ് അവന്റെ മൂത്ത ചേട്ടൻ ശിവ നാട് വിട്ടുപോയത്. ആ ശിവയെ അന്വേഷിച്ച് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു അവൻ. അപ്പോഴാണ് JP എന്ന് പറയുന്ന ആ ഓഫീസർ അവനെ കാണാൻ വരുന്നത്. നിന്നെ ഒരു അണ്ടർ കവർ മിഷന് വേണ്ടിയിട്ട് എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ തന്നെപ്പോലൊരു സാധാരണ കോൺസ്റ്റബിളിനെ എന്തിനാണ് ഇങ്ങനൊരു മിഷന് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തതെന്ന് ചോദിക്കുമ്പോഴാണ് അയാൾ സത്യങ്ങൾ തുറന്നു പറയുന്നത്. ഇവന്റെ ഈ മിഷൻ തന്നെ അവന്റെ ചേട്ടനെ കണ്ടെത്തുകയായിരുന്നു. അവന്റെ ചേട്ടൻ ശിവ എവിടെയുണ്ടെന്ന് ഇവർക്കറിയാം. അയാൾ ശ്രീലങ്കയിലാണുള്ളത്. അതായത് 70 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയിലേക്ക് പോയ ആ ഗോത്ര സമൂഹമില്ലേ, അവരുടെ കൂടെ തന്നെയാണ് ഇവന്റെ ചേട്ടൻ ശിവയുമുള്ളത്. ഇപ്പോഴവന്റെ ചേട്ടന്റെ രൂപം എങ്ങനെയാണെന്നുള്ള ചിത്രമില്ലേ, അത് അയാൾ അവന് കൊടുക്കുന്നുണ്ട്. ചേട്ടനെ കണ്ടെത്തുകയാണ് ലക്ഷ്യം എന്നറിഞ്ഞതോടുകൂടി താൻ എന്തിനും തയ്യാറാണെന്ന് അവൻ പറയുന്നു. നീ സ്പൈ ആയിട്ട് പോകേണ്ടത് നിന്റെ ചേട്ടനുള്ള സ്ഥലത്തേക്ക് തന്നെയാണ്. നിന്റെ ചേട്ടനെ കണ്ടെത്തി നീ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അതിൽ എനിക്കും ചില ഗുണങ്ങളുണ്ട്, അത് വഴിയെ പറയാമെന്ന് അയാൾ പറയുന്നു. അതിനു മുമ്പ് കഥയൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ചെറുപ്പത്തിൽ അവന്റെ ചേട്ടൻ ശിവയും അവനും നല്ല സുഹൃത്തുക്കളെ പോലെ തന്നെയായിരുന്നു. അത്രയധികം സ്നേഹമായിരുന്നു അവർക്ക്. ഒരിക്കൽ അമ്പലത്തിലെ ഉത്സവത്തിന് സൂര്യയാകട്ടെ ആരും അറിയാതെ ഒരു അമ്മൂമ്മയുടെ അടുത്ത് പോയി പച്ച കുത്തുന്നു. അവന്റെ മുതുകിൽ പച്ച കുത്തി തീർന്നതും ആ അമ്മൂമ്മ ബോധം കെട്ട് വീഴുകയും ചെയ്തു. അവർ മരിച്ചുപോയി. അവൻ പേടിയോടെ ഓടി വന്ന് ശിവയോട് ഈ കാര്യങ്ങൾ പറയുന്നു. എന്നാൽ നമ്മുടെ അച്ഛനെങ്ങാണ് നീ പച്ചകുത്തി അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഒരുപാട് തല്ലുമെന്ന് അവൻ പറഞ്ഞതും അവരുടെ അച്ഛൻ ഇത് കേട്ടുകൊണ്ടുവന്ന് സൂര്യ ഒരുപാട് തല്ലുന്നു. അത് സഹിക്കാൻ വയ്യാതെ ശിവയാകട്ടെ അയാളെ തടുക്കുന്നുണ്ട്. മദ്യപിച്ചിട്ട് വന്നിട്ട് അവരുടെ അച്ഛൻ നിരന്തരമായിട്ട് അവരുടെ അമ്മയും അവരെയും തല്ലുമായിരുന്നു. അങ്ങനെ പതിവ് പോലെ ഒരു ദിവസം അവരുടെ അച്ഛൻ അവരുടെ അമ്മയെ തല്ലുന്നത് കണ്ടു നിന്ന ശിവയാകട്ടെ അയാളെ കഴുത്തറുത്ത് കൊല്ലുകയാണ്. അവരുടെ അങ്കിൾ അവരോട് പറയുന്നുണ്ട്, ഇനി നീ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിന്ന് പോയിക്കൊള്ളാൻ. ശിവ എങ്ങനെ ആ നാട് വിട്ടുപോയി. പോലീസും കേസും ഒക്കെ വരുമ്പോഴേക്കും അവൻ നാട്ടിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നു. ഒരു വിധത്തിൽ ആ കേസ് അങ്ങനെ ഇല്ലാതെയായി. എന്നാൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് സൂര്യയാണ്. ശിവയെ പിരിഞ്ഞ് അവൻ ഇരിക്കാനേ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവൻ ഇപ്പോഴും തന്റെ ചേട്ടനെ തിരിഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ തന്റെ പോലീസ് ലുക്കെല്ലാം തന്നെ സൂര്യ മാറ്റിയ ശേഷം ഒരു സ്പൈ ആയിട്ട് ശ്രീലങ്കയിലേക്ക് പോകാൻ തയ്യാറായി. ആരോടും ഒന്നിനെ കുറിച്ചും പറഞ്ഞില്ല. നാടും വീടും എല്ലാം വിട്ടിട്ട് അവൻ JPയുടെ അടുത്തെത്തി. ഇനി സൂര്യ എന്തിനാണ് ശ്രീലങ്കയിലേക്ക് പോകുന്നതെന്നല്ലേ. ഹോങ്കോങ്ങിൽ നിന്നും മറ്റുമായിട്ട് ശ്രീലങ്കയിലേക്ക് വലിയ സ്മഗ്ലിംഗ് നടക്കുന്നുണ്ട്. അവിടുത്തെ തീരത്ത് വന്നടിയുന്നത് വലിയ വെപ്പൺസും സ്വർണവും ഒക്കെയാണ്. അങ്ങനെ വലിയ വെപ്പൺസ് ഒക്കെ വരികയാണെങ്കിൽ അത് ഇന്ത്യക്ക് ഭീഷണിയാവും. അവിടെ നടക്കുന്ന സ്മഗ്ലിംഗിനെ
ഗോത്രവർഗത്തിനെ പറ്റിയെല്ലാം തന്നെ വിവരങ്ങൾ ചോർത്തി സൂര്യ ഇവർക്ക് കൈമാറണം. ശ്രീലങ്കയിലെ സിൻഡിക്കേറ്റിന്റെ തലവന്മാരായിരുന്നു ശരവണ്ണും ഒടിയപ്പനും ഒടിയപ്പന്റെ രണ്ടാമത്തെ മകൻ മുരുകനും. 1920 ബ്രിട്ടീഷുകാർ നടത്തിയ കൂട്ടക്കൊലയിൽ നിന്നും രക്ഷപ്പെട്ടു പോയ ആ ഗോത്രവർഗത്തിലെ ആൾക്കാര് ശ്രീലങ്കയിലെത്തി. എന്നാൽ ശ്രീലങ്കയിലുള്ള ആൾക്കാര് അവരെ അവിടെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിച്ചില്ല. അവിടെ നിന്ന് വീണ്ടും അവർ ഇന്ത്യയിലേക്ക് വരാൻ ശ്രമിച്ചപ്പോൾ ശ്രീലങ്കയിൽ നിന്ന് വന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്കാരും അവരെ അവിടെ നിന്നും ഓടിച്ചു തിരിച്ചുവിട്ടു. ശ്രീലങ്കയിലും ഇന്ത്യയിലും പോകാൻ പറ്റാതെ ഇവരാകട്ടെ ശ്രീലങ്കയ്ക്കടുത്തുള്ള മറ്റൊരു ദ്വീപില് താമസമാക്കി. അങ്ങനെ ഈ ഒടിയപ്പനാകട്ടെ ഈ ഗോത്രവർഗത്തിലെ ആൾക്കാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്മഗ്ലിംഗ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കാമെന്ന്. അങ്ങനെ ഒടുവിൽ ആ ഗോത്രവർഗത്തിലെ ആൾക്കാര് ജീവിക്കാനുള്ള കഷ്ടപ്പാടുകൾ കാരണം ഒടിയപ്പൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ഒടിയപ്പന്റെ അടിമകളെ പോലെയാണ് അവർ ജീവിക്കുന്നത്. ഗോത്രവർഗത്തിലെ ആളുകളെല്ലാം ദ്വീപിലും ഒടിയപ്പനും കൂട്ടരും കരയിലുമായിരുന്നു. ദ്വീപിൽ നിന്നും ഗോത്രവർഗത്തിലെ ആണുങ്ങൾക്ക് മാത്രമേ കരയിലേക്ക് വരാൻ അനുവാദമുള്ളൂ. അവിടെ നിന്ന് ഒരു സ്ത്രീക്ക് പോലും ഇങ്ങോട്ട് വരാനുള്ള അനുവാദമില്ല. 18 വർഷം മുമ്പ് നാടുവിട്ടുപോയ ഇവന്റെ ചേട്ടനും എത്തിച്ചേർന്നത് ഈ ദ്വീപിലുള്ള ഗോത്രവർഗക്കാരുടെ അടുത്തേക്കാണ്. ആ ഗോത്രവർഗത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അവരുടെ തലവനായിട്ടാണ് ശിവ അവിടെ നിലകൊള്ളുന്നത്. ഒടിയപ്പൻ സ്മഗ്ലിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാരെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അതിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് ശിവ തന്നെയായിരുന്നു. ശിവയെ അവിടെ നിന്നും തിരിച്ചു കൂട്ടിക്കൊണ്ടുവരണം. അവൻ അവിടെ ഒരു ഭാര്യയും കുട്ടിയുമുണ്ട്. ഈ അടുത്തിടെ ശിവയും കൂട്ടരും സ്മഗ്ലിംഗ് നടത്തുന്ന സമയത്ത് നേവിയുടെ ആൾക്കാര് അവരെ ഷൂട്ട് ചെയ്യുകയും ഒരുപാട് പേര് മരിക്കുകയും ചെയ്തു. ബാക്കിയുണ്ടായിരുന്ന ആൾക്കാരെ എല്ലാം തന്നെ ജയിലിലേക്ക് മാറ്റി. അക്കൂട്ടത്തിൽ ശിവയുമുണ്ട്. അതുകൊണ്ട് സുരി ആദ്യം പോകേണ്ടത് ശിവയുള്ള ആ ജയിലിലേക്കാണ്. അതിനുള്ള ഏർപ്പാടെല്ലാം തന്നെ JP സംഘവും ചെയ്തിട്ടുണ്ടായിരുന്നു. ജയിലിലെത്തി സുരിയാകട്ടെ പതിയെ പതിയെ ശിവയുടെ ആൾക്കാരെയെല്ലാം കണ്ടെത്തുന്നു. അവരുമായിട്ട് മനഃപൂർവ്വം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി അടിയുണ്ടാക്കുന്നു. ശിവയുടെ കൂടെ ഉണ്ടായിരുന്ന സിംഗ എന്ന് പറയുന്ന ഒരാളെ അവൻ അടിക്കുന്ന സമയത്ത് ശിവയുടെ അടുത്തേക്ക് ആൾക്കാർ പോയി വിവരം പറയുകയും അങ്ങനെ ശിവ അവിടേക്ക് വന്നിട്ട് സുരിയെ അടിക്കുന്നു. അത്രയും നേരം മറ്റുള്ളവരെ അടിച്ചുകൊണ്ടിരുന്ന അവനാകട്ടെ സ്വന്തം ചേട്ടനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ ഒരു നിമിഷം പതറിപ്പോയി. അവൻ അയാളെ തിരിച്ചടിച്ചില്ല. കുറച്ചുനേരം അടികൊണ്ട് കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചടിക്കാൻ തുടങ്ങി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടിക്കിടെ ഒരു ഘട്ടത്തില് ശിവ സുരിയുടെ ശരീരത്തിലേക്ക് കത്തി കയറ്റുന്നു. ആ സമയം സുരിയാകട്ടെ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിനക്കെന്നെ കൊല്ലാനാണെങ്കിൽ ഇപ്പൊ തന്നെ കൊല്ലണം, ഇല്ലെങ്കിൽ എന്നെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വന്ന് നിന്നെ കൊന്നിരിക്കും. ആ ഡയലോഗ് കേട്ടതും ശിവയുടെ മനസ്സിലൂടെ പലതും കടന്നുപോയി. കാരണം അവന്റെ അച്ഛനാകട്ടെ അവനെ അടിക്കുന്ന സമയത്ത് ഇതുപോലെ അവൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് അവന് മനസ്സിലായി ഇത് തന്റെ സ്വന്തം അനിയൻ തന്നെയാണെന്ന്. ആ സത്യം ശിവ മനസ്സിലാക്കിയതോടുകൂടി അവൻ ആകെ തകർന്നുപോയി. നീ എന്താ ഇവിടെ, നമ്മുടെ അമ്മ എവിടെയെന്നൊക്കെ അവൻ ചോദിക്കുന്നു. അപ്പോഴേക്കും പോലീസുകാർ വന്ന് ഇവരെ രണ്ടുപേരെയും മാറ്റുന്നു. സുരിയുടെ മുറിവിൽ സ്റ്റിച്ചെല്ലാം ഇട്ടിട്ട് പോലീസുകാർ അവനെ മറ്റൊരു സെല്ലിലേക്ക് മാറ്റി. ആ സമയം ചില പോലീസുകാരുടെ സഹായത്തോടു കൂടി ശിവ അവിടേക്കെത്തി അവനോട് സംസാരിക്കുന്നു. നീ എന്തിനാ ഇവിടേക്ക് വന്നെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, വർഷങ്ങളായിട്ട് ഞാൻ നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നിന്നെ തേടി തന്നെയാണ് ഞാൻ വന്നതെന്ന്. നീ എന്റെ കൂടെ നാട്ടിലേക്ക് വരണം. എന്നാൽ അവിടെ നിനക്ക് കൂട്ടായിട്ട് അമ്മയില്ലേന്ന് അവൻ പറയുമ്പോൾ സുരി പറയുന്നുണ്ട്, അമ്മയൊക്കെ മരിച്ചിട്ട് 2 വർഷമായി, എനിക്ക് മറ്റാരുമില്ല, എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന്. അതുകൊണ്ട് നീ എന്റെ കൂടെ വരണം. തനിക്കതിന് പറ്റില്ല എന്നാണ് ശിവ പറയുന്നത്. തൽക്കാലം ഞാൻ ഇവിടെ നിന്ന് ഉടനെ റിലീസാകും. പതിയെ കൊണ്ട് നിന്നെയും ഞാൻ പുറത്തിറക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ പോയി. അങ്ങനെ പതിയെ രണ്ടുപേരും പുറത്തിറങ്ങി. സുരി എന്തായാലും നാട്ടിലേക്ക് തിരിച്ചു പോകില്ല എന്ന് മനസ്സിലായതോടെ അവനെയും ദ്വീപിലേക്ക് കൊണ്ടുവരാൻ ശിവ തീരുമാനിക്കുന്നു. ശിവയുടെ ആൾക്കാര് അവൻ ജയിലിന് പുറത്തിറങ്ങിയതും അവനെയും കൂട്ടി ദ്വീപിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബോട്ടിന്റെ അടുത്തേക്ക് എത്തുന്നു. ആ സമയത്ത് ചെറിയൊരു ഫ്ലാഷ് ബാക്കും കൂടി കാണിക്കുന്നുണ്ട്. അവൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് JP അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും കാരണവശാൽ നിന്നെ ശ്രീലങ്കൻ ആർമി പിടിക്കുകയാണെങ്കിൽ നീ ഒരു കോഡ് വേർഡ് പറഞ്ഞാൽ മതി. അത് കേൾക്കുമ്പോൾ നീ പോലീസാണെന്ന് അവർക്ക് മനസ്സിലാവുകയും നിന്നെ അവർ വെറുതെ വിടുകയും ചെയ്യും. കൂടാതെ ശ്രീലങ്കയില് നീ കണ്ടെത്തുന്ന ഇൻഫർമേഷൻ എല്ലാം തന്നെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മറ്റൊരു സ്പൈ കൂടി അവിടെയുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് ഡോക്ടർ മധു എന്നാണ്. അവൻ ബോട്ടിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവിടെ ഒരു ആൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ദ്വീപിൽ നിന്നും കരയിലേക്ക് പ്രഗ്നന്റ് ആയ ഒരു സ്ത്രീയെ കൊണ്ടുവന്നിരിക്കുന്നു. എന്നാൽ ഇവിടുത്തെ നിയമപ്രകാരം ദ്വീപിൽ നിന്ന് ഒരു സ്ത്രീയും കരയിലേക്ക് വരാൻ പാടില്ല. നേരത്തെ പറഞ്ഞ അതേ ഡോക്ടറായ മധു തന്നെയായിരുന്നു ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇവരെ എത്രയും പെടുന്ന ഹോസ്പിറ്റലാക്കണമെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഈ സിൻഡിക്കേറ്റിലുള്ള ഒടിയപ്പന്റെ രണ്ടാമത്തെ മകനായ മുരുകനെ കാണിക്കുന്നുണ്ട്. അവൻ ഭയങ്കര ബ്രൂട്ടലായിട്ടായിരുന്നു ആൾക്കാരെല്ലാം കൊന്നെടുക്കുന്നത്. അവൻ വന്നിട്ട് പറയുന്നുണ്ട്, ഒരു കാരണവശാലും ഈ സ്ത്രീയെ ഹോസ്പിറ്റലിലേക്ക് കയറ്റാൻ പറ്റില്ല എന്ന്, ദ്വീപിലേക്ക് തന്നെ തിരിച്ചു പോകാൻ പറയുന്നു. എന്നാൽ മധു ആകട്ടെ അവിടെ വെച്ച് തന്നെ ആ സ്ത്രീയുടെ ഡെലിവറി നടത്തുന്നു. ജനിച്ചതൊരു ആൺകുട്ടിയായിരുന്നു. അതുകൊണ്ട് എന്തായാലും ഈ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ കുട്ടിയെ ഹോസ്പിറ്റലിൽ കുറച്ചുനാൾ വെക്കണമായിരുന്നു. അങ്ങനെ ആൺകുട്ടിയെ കരയിലേക്ക് കൊണ്ടുപോവുകയും ആ സ്ത്രീയെ ദ്വീപിലേക്ക് തന്നെ തിരിച്ചയക്കുകയും ചെയ്യുന്നു. അമ്മയും കുഞ്ഞും വേർപിരിഞ്ഞ് തന്നെ നിൽക്കണം. അത് ആ സ്ത്രീക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. സുരിയ കുഞ്ഞിനെ കയ്യിലെടുക്കുന്നുണ്ട്. അവന്റെ വയറ്റിലെ മുറിവ് കണ്ടിട്ട് മധു അവനോട് പറയുന്നുണ്ട്, 2 ദിവസം കൂടി ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആവും, നീ ഹോസ്പിറ്റലിലേക്ക് വരാൻ. തൽക്കാലം അവൻ നേരെ പോകുന്നത് ദ്വീപിലേക്കാണ്. ദ്വീപിലേക്ക് പുതിയൊരാള് വന്നത് പലർക്കും ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ ശിവ എല്ലാവരോടും പറയുന്നുണ്ട്, ഇവൻ എന്റെ സഹോദരനാണെന്ന്. അവിടെ എല്ലാവരെക്കാളും മൂത്തൊരു വൃദ്ധനുണ്ടായിരുന്നു. അയാൾ അവനോട് പറയുന്നുണ്ട്, ശിവയ്ക്ക് മാത്രമാണ് നീ സഹോദരൻ, ഞങ്ങളുടെ ആൾക്കാർക്ക് നീ അന്യനാണ്. അതുകൊണ്ട് നീ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഒരു നിമിഷം പോലും ചിന്തിക്കാതെ നിന്നെ കൊന്നുകളയും. സുരി അവിടെ വെച്ച് ശിവയുടെ വൈഫ് ഗൗരിയും അവരുടെ മകനെയും ഒക്കെ പരിചയപ്പെടുന്നുണ്ട്. 70 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗോത്രവർഗം ഇങ്ങോട്ട് വന്ന ആ ഒരു കപ്പലില്ലേ, അതപ്പോഴും
കരയിൽ അടിഞ്ഞു തന്നെ കിടപ്പുണ്ടായിരുന്നു. അതിന്റെ അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ ഈ വൃദ്ധൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്നെങ്കിലും ഒരിക്കൽ ഇവരെ രക്ഷിക്കാൻ ഒരു രക്ഷകൻ വരുമെന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു അവരിപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നീട് സൂര്യ ഹോസ്പിറ്റലിലേക്ക് എത്തി മധുവിനെ കണ്ട് തന്റെ മുറിവൊക്കെ വെച്ച് കെട്ടുന്നു. കൂട്ടത്തിൽ അവനാകട്ടെ ചില ഇൻഫർമേഷനും അവൾക്ക് കൈമാറുന്നു. ശിവയും കൂട്ടരും ചാർലി ഡ്രോപ്പ് പോയിന്റ് എന്ന് മറ്റോ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അവൾ അപ്പൊ തന്നെ അത് JPയെ വിളിച്ചറിയിക്കും. അവിടെ നിന്നും പോകുന്നതിന് മുമ്പ് നേരത്തെ ജനിച്ച ആ കുട്ടിയെ കൂടി അവൻ കാണുന്നുണ്ട്. ഇപ്പോഴും ആ അമ്മ ഈ കുട്ടിയെ കണ്ടിട്ടില്ല. അങ്ങനെ ശിവയും കൂട്ടരും തങ്ങളുടെ സ്മഗ്ലിംഗ് ജോലിക്ക് പോകുന്ന സമയത്ത് സുരിയും അവരുടെ കൂടെ പോകുന്നു. ആ പോകുന്ന വഴിയിൽ ഒരാളാകട്ടെ വാക്കി ടോക്കിയിലൂടെ ഞങ്ങൾ ചാർലി ഡ്രോപ്പിംഗ് പോയിന്റിൽ എത്തിയെന്ന് പറയുന്നത് അവൻ കേൾക്കുന്നു. അപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് ഇവര് പറയുന്ന ഈ ചാർലി ഡ്രോപ്പിംഗ് പോയിന്റ് ഇതാണെന്ന്. അവിടെ ഒരു പെട്ടി നിറയെ ഇവർക്ക് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ കൈമാറുകയായിരുന്നു. എന്നാൽ അത് കൈമാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ആർമി അവിടേക്ക് വരുന്നു. അവരിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ഇവർ പരമാവധി ശ്രമിച്ചു. എന്നാൽ അവരുടെ കയ്യിൽ നിന്ന് ആ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അടങ്ങുന്ന പെട്ടി ഒരിടത്ത് വീണുപോയി. ഈ സംഭവത്തോടു കൂടി സിൻഡിക്കേറ്റിലുള്ള ആൾക്കാരെല്ലാം തന്നെ ആകെ ദേഷ്യത്തിലായി. ആരോ വിവരം ചോർത്തിയിട്ടാണ് ആർമി കറക്റ്റ് സമയത്ത് അവിടെ എത്തിയതെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ ചാർലി ഡ്രോപ്പ് പോയിന്റ് എന്ന് മാത്രമേ സുരി അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ പെട്ടിക്കുള്ളിൽ എന്താണെന്നോ ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നതെന്നോ ഒന്നും തന്നെ സുരിക്ക് അറിയത്തുമില്ലായിരുന്നു. അവൻ ആരോടും പറഞ്ഞിട്ടുമില്ലായിരുന്നു. വിവരങ്ങൾ ചോർത്തിയത് ഗോത്രവർഗത്തിലെ തന്നെ ആൾക്കാരാണെന്ന് കരുതിയിട്ട് അവരിൽ സംശയം തോന്നിക്കുന്ന 4 പേരെ പിടിച്ച് സിൻഡിക്കേറ്റിന്റെ ആൾക്കാരെ വെച്ചിരിക്കുകയാണ്. മുരുകനാകട്ടെ ഇവരെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. ശിവ മാക്സിമം പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്, ഞങ്ങൾ എന്തിനാണ് നിങ്ങളെ ഒറ്റിക്കൊടുക്കുന്നതെന്ന്. എന്നിട്ടും അവരാരും അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. ഒടുവിൽ സൂര്യ അവരുടെ ഇടയിലേക്ക് വന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടത് ആ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അടങ്ങുന്ന പെട്ടിയല്ലേ, അത് ഞാൻ കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ ഈ ആൾക്കാരെയും വെറുതെ വിടണം. ആ കുഞ്ഞിന്റെ അമ്മയില്ലേ ആ സ്ത്രീയെ ഈ കരയിലേക്ക് കൊണ്ടുവന്ന് ആ കുഞ്ഞിനെ കാണാൻ അനുവദിക്കുകയും വേണം. ആദ്യം പറഞ്ഞത് എല്ലാവർക്കും സമ്മതമായിരുന്നു. എന്നാൽ രണ്ടാമത് ആ സ്ത്രീയെ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞത് മുരുകന് സമ്മതമല്ല. അവൻ ആകെ ദേഷ്യത്തിലായി. അങ്ങനെ ഒരു സ്ത്രീയും ഇവിടേക്ക് കാലുകുത്താൻ പറ്റില്ല എന്നാണ് അവൻ പറയുന്നത്. പക്ഷെ ബാക്കി എല്ലാവരും സൂര്യയോട് പറയുന്നുണ്ട് നീ പറഞ്ഞതിന് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നുവെന്ന്. അതോടെ മുരുകന് നല്ല ദേഷ്യം വരാൻ തുടങ്ങി. പുറത്തേക്കിറങ്ങി ശിവയാകട്ടെ സൂര്യയുമായിട്ട് വഴക്കിടുന്നു. നീ എന്തറിഞ്ഞിട്ടാണ് ആ പെട്ടി കൊണ്ടു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞത്? ആർമി ക്യാമ്പിൽ പോയിട്ട് ഇതൊക്കെ എടുക്കാന്ന് പറയുന്നത് വളരെയധികം റിസ്ക് ആണ്. എന്നാൽ അവിടെ കൂടി നിന്നിരുന്ന മറ്റുള്ളവരെല്ലാം പറയുന്നുണ്ട് നമ്മൾക്ക് ആർക്കും തോന്നാത്ത ചില കാര്യങ്ങളല്ലേ അവനിപ്പോൾ പറഞ്ഞത്, അവൻ ശ്രമിച്ചു നോക്കട്ടെ. അങ്ങനെ ഇവര് അവിടെ നിന്നും ആ പെട്ടി തട്ടിക്കൊണ്ടുവരാനുള്ള പ്ലാനിംഗ് എല്ലാം നടത്തുന്നു. അതിനിടയ്ക്ക് അവർക്കൊരു അറിവ് കിട്ടുന്നുണ്ട് ആ പെട്ടി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നുണ്ടെന്ന്. വഴിയിൽ വെച്ച് അത് കടത്താനായിരുന്നു അവരുടെ ശ്രമം. അവരുടെ പ്ലാനിംഗ് പ്രകാരം അവര് വഴിയിൽ ആർമിക്കാരെ ആക്രമിക്കുകയും ആ പെട്ടി കൈക്കലാക്കി തങ്ങളുടെ വണ്ടിയിൽ വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ വണ്ടി നേരെ ഓടിച്ച് വലിയൊരു ലോറിക്കകത്തേക്ക് കയറ്റുന്നു. ആർമിക്കാര് ഇവരുടെ വണ്ടിയും കാണാതെ പല വഴിക്ക് അന്വേഷിച്ചു പോയി. പക്ഷെ കുറെ ദൂരം പോയി കഴിഞ്ഞപ്പോഴേക്കും ആർമിക്കാർ ചെക്ക് പോസ്റ്റില് എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഇതിൽ നിന്നും ഒരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റില്ല. അവർ രണ്ടും കൽപ്പിച്ച് ലോറി മുന്നോട്ടെടുത്തു. എന്നാൽ ഇവർ തുരുതുരെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിടത്ത് വെച്ച് ലോറി സ്റ്റക്കായി പോയി. ഇനിയിപ്പോ വേറെ വഴിയില്ല, നീ ഓടി രക്ഷപ്പെട്ടോ, കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാമെന്ന് ശിവ പറയുന്നു. എന്നാൽ സൂര്യ ഇത്തവണ ശിവയെ വിട്ടിട്ട് പോകാൻ തയ്യാറായിരുന്നില്ല. അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ബാരിക്കേഡ് എടുത്ത് മുന്നോട്ട് പോകാൻ ആരംഭിച്ചു. ശിവയാകട്ടെ ആക്രമിക്കാൻ വന്ന ഒരു ആർമിക്കാരനെ പിടിച്ച് കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അത് കാരണം മറ്റുള്ളവർക്ക് അവനെ ഷൂട്ട് ചെയ്യാനും വയ്യ. ഈ തക്കം തൂക്കി സൂര്യാകട്ടെ അവിടെ വീണ് കിടന്നിരുന്ന ആർമിക്കാരുടെ ഫോൺ എടുത്തിട്ട് നേരത്തെ JP പറഞ്ഞ ആ ഒരു നമ്പറിലേക്ക് വിളിച്ച് തന്റെ കോഡ് പറഞ്ഞു കൊടുക്കുന്നു. അതോടുകൂടി ആർമിക്കാർക്ക് അവരുടെ ഓഫീസിൽ നിന്നും കോള് വരുന്നുണ്ട്, ഇത് ഇന്ത്യൻ പോലീസ് ആണെന്ന് പറഞ്ഞിട്ട്. അത് കാരണം ആർമിക്കാര് ഇവരെ രണ്ടുപേരെയും വെറുതെ വിടുന്നു. പക്ഷെ ആ നിമിഷം ശരിക്കും ശിവ ഞെട്ടിപ്പോയി. തന്റെ അനിയൻ ഒരു പോലീസാണെന്നും സ്പൈ ആയിട്ടാണ് ഇവിടേക്ക് വന്നതെന്നുമുള്ള സത്യം അവൻ മനസ്സിലാക്കി. എന്താണെങ്കിലും ആ വണ്ടിയുമായിട്ട് അവർ നേരെ പോകുന്നത് ഒടിയപ്പന്റെയും കൂട്ടരുടെ അടുത്തേക്കാണ്. ആ ഗോൾഡ് അടങ്ങുന്ന പെട്ടി അവർക്ക് കൊടുത്തിട്ട് തങ്ങളുടെ ആൾക്കാരെ എല്ലാം തന്നെ അവരുടെ കയ്യിൽ നിന്ന് മോചിതരാക്കി. ആ ആൾക്കാരൊക്കെ മുരുകനെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അതവന് സഹിക്കാനേ കഴിഞ്ഞില്ല. അത് മാത്രമല്ല ആ സ്ത്രീയാകട്ടെ കരയിലേക്ക് വന്ന് ആ കുഞ്ഞിനെ കാണുകയും ചെയ്തു. മുരുകന്റെ ഉള്ളിൽ ദേഷ്യം കൂടിക്കൂടി വരികയായിരുന്നു. ഈ ഒരു സംഭവത്തിന് ശേഷം അവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ സുരിയെ എടുത്ത് പൊക്കുകയും അവനെ വളരെ ബഹുമാനത്തോടെ കാണുകയും ചെയ്തു. കാരണം ഇന്നേ വരെ ഈ ദ്വീപിൽ നടക്കാത്ത കാര്യങ്ങളാണ് അവൻ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. ഇവിടെ മുരുകനാകട്ടെ ഒടിയപ്പനോട് പറയുന്നുണ്ട് ആ ആൾക്കാരെല്ലാം എന്നെ നാണം കെടുത്തിയെന്ന്, എനിക്കിതിന് പകരം വീട്ടണം. എന്നാൽ ഒടിയപ്പൻ പറയുന്നുണ്ട് അവരെ ആരെയും ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അവരെ കൊണ്ടുള്ള ജോലി നമുക്ക് ഇനിയും ബാക്കിയുണ്ട്. ആ നാണക്കേട് നീ അങ്ങ് മറന്നു കളഞ്ഞേക്ക്, അതൊന്നും കാര്യമാക്കണ്ട. പക്ഷെ മുരുകന് അത് കാര്യമാക്കിയെങ്കിലേ പറ്റൂ. അവന്റെ ദേഷ്യം പോയിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും നല്ലത് ഈ ഒടിയപ്പനെ അങ്ങ് കൊന്നുകളയുന്നതാ. അവൻ അന്ന് രാത്രി വെള്ളത്തിൽ മുക്കി സ്വന്തം അച്ഛൻ ഒടിയപ്പനെ കൊന്നുകളയുന്നു. എന്നിട്ട് അയാളുടെ സ്ഥാനത്തേക്ക് വരാനുള്ള പ്ലാനിംഗ് നടത്തുന്നു. അതേസമയം ഇവിടെ ഗോത്രവർഗത്തിലുള്ള ആൾക്കാരെല്ലാം തന്നെ ആഘോഷിക്കുകയായിരുന്നു. പക്ഷെ ശിവ മാത്രം ഒട്ടും സന്തോഷത്തിലല്ലായിരുന്നു. അവൻ സൂര്യയോട് പറയുന്നുണ്ട് നീ ചെയ്തത് വളരെയധികം തെറ്റാണ്, കള്ളം പറഞ്ഞ് ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു. എന്നാൽ അവൻ പറയുന്നുണ്ട് എന്റെ ഉദ്ദേശം നിന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുക എന്ന് മാത്രമാണ്, നീ വാ നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാം. എന്നാൽ ശിവ വരാൻ കൂട്ടാക്കുന്നില്ല. ഇവരെല്ലാവരും എന്റെ ഉത്തരവാദിത്വമാണ്, എന്നെ വിശ്വസിച്ചാണ് ഇവരെല്ലാവരും സമാധാനത്തോടെ നിൽക്കുന്നത്. നീ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകാൻ അവൻ ആവശ്യപ്പെടുമ്പോൾ സൂര്യ പറയുന്നുണ്ട് ഒരു ജോലി ബാക്കിയുണ്ട്, അത് ചെയ്തു തീർത്തു കഴിഞ്ഞാൽ നിനക്കും ചേട്ടത്തിക്കും കുഞ്ഞിനും എല്ലാം തന്നെ ഇവിടെ നിന്നും പോകാം. അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ ഏർപ്പാടാക്കും. അവരെ
അവരെങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് സിംഗിയാകട്ടെ ഒരാളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അടിക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള ഇവനാണ് ആർമിക്കാർക്ക് ഒറ്റിക്കൊടുത്തതെന്ന് അയാൾ പറയുന്നു. ഇവൻ കാരണമാണ് ആ ഗോൾഡ് ബിസ്ക്കറ്റ് എടുക്കാൻ പോയ സമയത്ത് ആർമിക്കാർ അവിടേക്ക് വന്നത്. എന്നാൽ ഇത് കേട്ട് സുനിയും ഞെട്ടി. അവൻ വിചാരിച്ചത് അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടാണ് ആൾക്കാർ അവിടേക്ക് വന്നതെന്നാണ്. തന്നെ കൂടാതെ ഇവിടെ വേറെയും സ്പൈകൾ ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കി. അടികൊണ്ട് വീണ് കിടക്കുന്ന അയാള് കുറ്റസമ്മതം നടത്തുകയും ചെയ്തിരിക്കുന്നു. അയാള് തന്നെയാണ് സ്പൈ എന്ന് പറഞ്ഞിട്ട്. സിംഗയുടെ കൂടെയുള്ള ഒരാളാകട്ടെ ഇയാൾ ഫോണിൽ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. കൂടെ നിന്ന് ചതിച്ചത് കാരണം സിംഗ അയാളെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മറ്റൊരാൾ വന്ന് അവിടേക്ക് പറയുന്നുണ്ട് ഒടിയപ്പൻ മരിച്ചുപോയെന്ന്. ഇതോടെ എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അധികാരമെല്ലാം മുരുകന്റെ കയ്യിലായിരിക്കും. അവൻ എന്താണ് കാട്ടിക്കൂട്ടാൻ പോകുന്നതെന്ന് ഇവർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അച്ഛനെ കൊന്ന ശേഷം അയാളുടെ വേഷത്തില് ആൾക്കാരുടെ എല്ലാം മുന്നിലേക്ക് വരികയാണ് മുരുകൻ. സിൻഡിക്കേറ്റിലുള്ള മറ്റു ആൾക്കാരോട് മുരുകൻ പറയുന്നുണ്ട് തന്റെ അച്ഛനെ ദ്വീപിലെ ആൾക്കാർക്ക് വലിയ കാര്യമായിരുന്നു. അതുകൊണ്ട് അവരെല്ലാവരും അവസാനമായിട്ട് അച്ഛനെ കാണണം. അവർക്ക് എല്ലാവർക്കും വിരുന്നും കൊടുക്കണം. അവന്റെ ആ ആഗ്രഹത്തോട് സിൻഡിക്കേറ്റിലെ ആൾക്കാരും യോജിക്കുന്നുണ്ടായിരുന്നു. മുരുകൻ അങ്ങനെ വിളിച്ചപ്പോ എല്ലാവർക്കും പേടിയായിരുന്നു. എന്നാൽ ബാക്കിയുള്ളവര് ശിവയോട് പറയുന്നുണ്ട് നിങ്ങൾ പേടിക്കണ്ട, അവൻ ഒരിക്കലും നിങ്ങളെ ആരെയും ഒന്നും ചെയ്യില്ലെന്ന്. അതിനിടയ്ക്ക് സിംഗയാകട്ടെ ശിവയോട് വന്ന് ചോദിക്കുന്നുണ്ട് അന്ന് നിങ്ങൾ ആ ലോറിയുമായിട്ട് ആർമിക്കാരുടെ മുന്നിൽ പെട്ടുപോയി കഴിഞ്ഞപ്പോൾ പിന്നീട് എന്താ സംഭവിച്ചതെന്ന്, അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടുവെന്ന്. അതിന് ശിവ മറുപടി ഒന്നും പറയുന്നില്ല. എന്നാൽ സിംഗ പറയുന്നു ഞാനൊരു കാര്യം അറിയണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏത് വഴിയും ഞാൻ അറിയും. അയാളത് കണ്ടുപിടിക്കാനുള്ള ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ സൂര്യാകട്ടെ നേരെ മധുവിന്റെ അടുത്തേക്ക് വരുന്നു. തന്നെ കൂടാതെ മറ്റൊരു സ്പൈ കൂടി ഇവിടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ദ്വീപിലെ ആൾക്കാര് അവനെ പിടിച്ചിട്ട് കൊന്നുകളഞ്ഞതിനെ പറ്റി നിനക്കറിയാമോ? എന്തിനാണ് എന്നോട് ഇതൊക്കെ മറച്ചു വെച്ചിരിക്കുന്നതെന്ന് അവൻ അവളോട് ചോദിക്കുന്നു. തനിക്കൊന്നും അറിയില്ല എന്നാണ് അവള് പറയുന്നത്. കറക്റ്റ് സമയത്ത് അവിടേക്ക് ജെപിയും വരുന്നു. ജെപി സൂര്യയുടെ ആകെ ദേഷ്യത്തിലായിരുന്നു. ആ ഗോൾഡ് സ്മഗിൾ ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ഇൻഫർമേഷൻ കൊടുത്ത് ആ ഗോൾഡ് ആർമിക്കാർ പിടിക്കണമെന്നായിരുന്നു. എന്നാൽ ആർമിക്കാരുടെ കയ്യിൽ നിന്ന് നീ ഗോൾഡും തട്ടിയെടുത്ത് സിൻഡിക്കേറ്റിന്റെ കയ്യിൽ കൊണ്ടുകൊടുത്തിരിക്കുന്നു. നീ ഞങ്ങളോട് ചെയ്തത് ചതിയാണ്. അതുകൊണ്ട് നീ ഇനി ഓവർ സ്മാർട്ട് ആകാൻ നോക്കണ്ട. വെപ്പൺ കണ്ടെയ്നേഴ്സ് വരാൻ പോകുന്നതിനെ പറ്റിയുള്ള വിവരങ്ങൾ നിനക്ക് അറിയാമല്ലോ. ആ കണ്ടെയ്നറിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ശിവയ്ക്ക് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു. ശിവയിൽ നിന്നും ആ ഡീറ്റെയിൽസ് നീ കണ്ടെത്തി ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അങ്ങനെ പറഞ്ഞു തന്നില്ലെങ്കിൽ നിന്റെ ചേട്ടൻ പോലീസിന്റെ ഇൻഫോമർ ആണെന്ന് ആ ദ്വീപിലുള്ള ആൾക്കാരെ ഞാൻ അറിയിക്കും. ദ്വീപിലെ ആൾക്കാരെ പിന്നെ നിന്റെ ചേട്ടനെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അങ്ങനെ അയാൾ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. സുരിക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല. ആ സമയം ഇവിടെ ശിവ അറിയുന്നുണ്ട് അവന്റെ സുഹൃത്ത് സിംഗിയാകട്ടെ തീരത്തു നിന്നും ഏതോ സ്മഗ്ലിംഗ് ബോട്ടിൽ കയറി ഇന്ത്യയിലേക്ക് പോയെന്ന്. അവൻ അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ സത്യങ്ങൾ പലതും അറിഞ്ഞിട്ടേ അവൻ തിരിച്ചു വരുമെന്ന് ശിവയ്ക്ക് മനസ്സിലായി. ഉറപ്പായിട്ടും സൂര്യ പോലീസുകാരനാണെന്നുള്ള സത്യം അവൻ മനസ്സിലാക്കും. സൂര്യ അവിടേക്ക് വരുമ്പോ ശിവയാകട്ടെ അവനോട് പറയുന്നുണ്ട് സിംഗ നിന്നെ പറ്റി അന്വേഷിക്കാൻ ഇന്ത്യയിലേക്ക് പോയിട്ടുണ്ടെന്ന്. എന്നാൽ സൂര്യ അവനോട് ആവശ്യപ്പെടുന്നത് ആ കണ്ടെയ്നേഴ്സിന്റെ ഡീറ്റെയിൽസ് ആയിരുന്നു. ശിവ പറയാൻ കൂട്ടാക്കില്ല. സൂര്യ അവനോട് പഴയ കാര്യങ്ങളെല്ലാം പറയുന്നു. വർഷങ്ങളായിട്ട് ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നതാ. എന്റെ ഒരേ ഒരു ആഗ്രഹം നിന്നെയും കൊണ്ട് ഇവിടെ നിന്നും പോകണമെന്നാ. അവിടെ നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി കാത്തിരിക്കുക. എന്നാൽ അത് കേട്ട് ശിവ ഞെട്ടി. നീ അമ്മ മരിച്ചു എന്നല്ലേ പറഞ്ഞത്? ഞാൻ അപ്പൊ അങ്ങനെ പറഞ്ഞെങ്കിലും അമ്മ അവിടെ ജീവനോടെ ഉണ്ടെന്നും അമ്മ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നൊക്കെ അവൻ പറയുന്നു. തന്നോട് അവൻ പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്ന് ശിവയ്ക്ക് തോന്നിയിട്ട് ശിവയാകട്ടെ സൂര്യമായിട്ട് വഴക്കിടുന്നു. നിനക്ക് അറിയേണ്ടത് ആ കണ്ടെയ്നറിനെ പറ്റിയല്ലേ, അതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് അവൻ ചില കാര്യങ്ങൾ സൂര്യക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷെ ആ കണ്ടെയ്നറിൽ നിന്ന് ഒരു സാധനം പോലും നിനക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരാളും അതിൽ തൊടില്ല. കാരണം അത് ഇറക്കുന്നത് ഞാനാണ്. എന്നെ കൊന്നിട്ട് മാത്രമേ അതിൽ തൊടാൻ സാധിക്കൂ. അങ്ങനെ രണ്ടുപേരും അവിടെ വെച്ച് വഴക്കിട്ട് പിരിഞ്ഞു. അതിനുശേഷം ശിവയാകട്ടെ ദ്വീപിലെത്തി അവിടുത്തെ ആൾക്കാരെയും കൂട്ടി മുരുകന്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ ഒടിയപ്പന്റെ ചടങ്ങുകൾ നടക്കുകയല്ലേ, അവിടെ വിരുന്നൊരുക്കിയിട്ടുണ്ട്. അങ്ങനെ ആൾക്കാരെല്ലാം അവിടെ വന്ന് ആഹാരമൊക്കെ കഴിക്കാൻ തുടങ്ങി. ശിവയോട് ഇവർ അകത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു. ആ സമയത്ത് സിൻഡിക്കേറ്റിലെ ആൾക്കാരെല്ലാം വിളിച്ചുകൂട്ടി മുരുകനാകട്ടെ അവരുമായിട്ട് സംസാരിക്കുകയാണ്. തനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സെൽവ എന്ന് പറയുന്ന ഒരാൾ ഇവരുടെ അടുത്തേക്ക് വരുന്നതും കാണുന്നു. ഈ സെൽവ ഇത്രയും കാലവും മുരുകന്റെ കൂടെ ഉണ്ടായിരുന്നതായിരുന്നു. പക്ഷേ ഈ സെൽവയാകട്ടെ ജെപിയുടെ മറ്റൊരു സ്പൈ ആണ്. ഫ്ലാഷ് ബാക്ക് സീനിൽ കാണിക്കുന്നുണ്ട് ജെപി സെൽവയോട് പറയുന്നതായിട്ട് നിന്റെ ജോലി ഇവിടെ കഴിഞ്ഞുവെന്നും അവസാനമായിട്ട് നീ ഈ ഒരു കാര്യം ചെയ്താൽ മതിയെന്നും. എന്നിട്ടൊരു പേപ്പറും കൊടുക്കുന്നു. ആ പേപ്പറാണ് അവനിപ്പോൾ മുരുകന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ആ പേപ്പറിലുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് ശിവയോ സൂര്യയോ ഇതിലൊരാൾ സ്പൈ ആണ്. അത് കേട്ട് എല്ലാവരും ഞെട്ടി. ആ സ്പൈ ആരാണെന്ന് കണ്ടെത്തണം. ഇവിടെ സൂര്യ എപ്പോഴും മധുവിന്റെ അടുത്തായിരുന്നു. അവൻ മദ്യപിച്ചിട്ട് ആകെ തകർന്നിരിക്കുകയാണ്. തന്റെ ചേട്ടൻ തന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പൊട്ടിക്കരയുന്നു. എന്നാൽ അവള് പറയുന്നുണ്ട് നീ എന്തിനാ നിന്റെ ചേട്ടന് വേണ്ടിയിട്ട് ഇത്രയധികം കഷ്ടപ്പെടുന്നത്? നിന്റെ ചേട്ടൻ ഓൾറെഡി ഒരു രാക്ഷസനാണ്. സ്വന്തം അച്ഛനെ കൊന്നിട്ടല്ലേ ഇവിടേക്ക് വന്നത്. എന്നാൽ അവൻ പറയുന്നുണ്ട് രാക്ഷസൻ എന്റെ ചേട്ടനല്ല ഞാനാണെന്ന്. അന്ന് വഴക്കുണ്ടായ സമയത്ത് അച്ഛനെ കൊന്നത് ഞാനാണ്. എനിക്ക് വേണ്ടിയിട്ട് ആ കുറ്റം ഏറ്റെടുത്ത് നാടുവിട്ടവനാണ് എന്റെ ചേട്ടൻ. ആ ചേട്ടനെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ സിൻഡിക്കേറ്റിലെ ആൾക്കാരെല്ലാം തന്നെ ശിവയോട് സംസാരിക്കുന്നു. സത്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയെന്നും നീയോ നിന്റെ അനിയനോ ഇതിൽ ആരോ ഒരാൾ സ്പൈ ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നും അതാരാണെന്ന് പറയുന്നതാ നിനക്ക് നല്ലത്. എന്നാൽ പണ്ട് തന്റെ അനിയന്റെ കുറ്റം ഏറ്റെടുത്ത പോലെ ഇത്തവണയും ശിവ ആ കുറ്റം ഏറ്റെടുക്കുന്നു. ഞാനാണ് സ്പൈ എന്ന് പറയുന്നു. ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെ എല്ലാവരെയും ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാമെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ടാണ് ഇൻഫർമേഷൻ കൊടുത്തത്. എല്ലാവരും ഇവനെ കൊന്നുകളയണമെന്ന് അവിടെ ഇരുന്ന് പറയാൻ തുടങ്ങി. എന്നാൽ ആ ഒരു അവസരം മുതലെടുത്ത്
എടുത്ത് മുരുകനാകട്ടെ എല്ലാവരോടും പറയുന്നുണ്ട് ഹോങ്കോങ്ങിൽ നിന്ന് വന്ന കൺസൈൻമെന്റ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവൻ ചോർത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ ഇവനെ കൊല്ലാൻ പോകുന്നത്. പക്ഷെ ആ വിവരം ചോർന്നു കഴിഞ്ഞാൽ നമ്മൾ ആരും തന്നെ ജീവനോടെ ഉണ്ടാകില്ല, എല്ലാം തകരും, നമ്മുടെ ഈ സാമ്രാജ്യം തന്നെ ഇല്ലാതെയാകും. ഇവൻ സ്വാഭാവികമായിട്ടും ഈ കൂട്ടത്തിലുള്ള പലരോടും അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ ഇവനെ മാത്രം കൊന്നിട്ട് കാര്യമില്ല, എല്ലാവരെയും കൊന്നുകളയണം. അത് കേട്ടതും ശിവൻ ഞെട്ടി. അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവന്റെ ശരീരത്തിൽ കത്തി കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന അവന്റെ ആൾക്കാരെയും ഓരോരുത്തരെയായിട്ട് എല്ലാവരെയും കൊന്നെടുക്കാൻ തുടങ്ങി. കുറച്ച് ആൾക്കാരൊക്കെ രക്ഷപ്പെട്ട് പുറത്തേക്കോടി. ശിവയുടെ വൈഫിനെയും കൊന്നു. ശിവയുടെ കുഞ്ഞിനെ എടുത്ത് ആ വൃദ്ധൻ പുറത്തേക്കോടി. ഇവിടെ സുരിക്ക് എന്തോ തെറ്റായി സംഭവിക്കുന്ന പോലെ തോന്നുന്നു. അവൻ മധുവിനോട് പറയുന്നുണ്ട് എനിക്ക് അവിടേക്ക് പോകണമെന്ന്. ശിവയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും, എന്നാൽ ഒരു രാത്രി കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് മധു പറയുന്നത്. അവൻ അവിടെ തന്നെ വീണ്ടും സമയം ചെലവഴിച്ചു. അതേ ടൈമിൽ മുരുകൻ ഇവിടെ ആൾക്കാരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. കുത്തേറ്റ ശിവ പിന്നെയും മുരുകന്റെ ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചു. ഒരു ഘട്ടത്തിൽ മുരുകനാകട്ടെ അവനെ കൊല്ലുന്നു. ആൾക്കാർ ഓരോരുത്തരായിട്ട് മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാം തന്നെ തീപിടർന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ആൾക്കാരെ രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ബോട്ടുകളെല്ലാം തന്നെ മാറ്റി. ഇവിടെ നിന്ന് സൂര്യാകട്ടെ ആ തീ കണ്ടതും അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അവൻ ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് പോകാൻ ശ്രമിച്ചു. ബോട്ടൊന്നും ഇല്ലാത്ത കാരണം കഷ്ടപ്പെട്ട് നീന്തി അവൻ അവിടെ എത്തുമ്പോഴേക്കും സമയം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് അവിടെ എല്ലാം തന്നെ ആൾക്കാർ മരിച്ചു വീണ് കിടക്കുന്നതാണ്. തന്റെ ചേട്ടൻ ശിവയും മരിച്ച നിലയിൽ അവൻ കണ്ടെത്തി. അവൻ ആകെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. ചേട്ടത്തിയും മരിച്ചിരിക്കുന്നു. ബാക്കിയുള്ളത് അവരുടെ ആ കുഞ്ഞു മാത്രം. ആ വൃദ്ധനാകട്ടെ ആകെ തകർന്നുകൊണ്ട് തങ്ങൾ രാജാവായിട്ട് ആരാധിച്ചിരുന്ന അവരുടെ ആ പൂർവ്വകാല രാജാവിന്റെ ചിത്രം നോക്കി പറയുന്നുണ്ട് വർഷങ്ങൾ കാത്തിരുന്നിട്ടും ഞങ്ങളുടെ രക്ഷകനായിട്ട് വരുമെന്ന് പറഞ്ഞ ആ ആൾ എവിടെയെന്ന്. അയാൾ അങ്ങനെ ദേഷ്യത്തോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് സൂര്യാകട്ടെ ആ പഴയ കപ്പല് കടലിലേക്ക് ഇറക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അത് കണ്ട് ആ വൃദ്ധന് ചില കാര്യങ്ങൾ മനസ്സിലായി. ഈ വൃദ്ധൻ തന്നെയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഗോത്രവർഗത്തിലെ ആ രാജാവ് തന്റെ കിരീടം കൊടുത്ത ആ കൊച്ചുകുട്ടി. അന്ന് രാജാവ് ഇവനോട് പറഞ്ഞത് എങ്ങനെയാണ്, പ്രളയഭൂമിയില് വഞ്ചി വലിച്ചുകൊണ്ട് ഒരു യോദ്ധാവ് വരും, കരയ്ക്കും കടലിനുമിടയിൽ അവനൊരു പർവ്വതത്തെ പോലെ നിലകൊള്ളും. തങ്ങളെ രക്ഷിക്കാൻ വന്ന അതേ യോദ്ധാവ് തന്നെയാണ് ഈ സുരി എന്ന് അയാൾ വിശ്വസിച്ചു. കൂടെയുണ്ടായിരുന്ന എല്ലാവർക്കും ആ വിശ്വാസം പകർന്നു നൽകി. അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് ഒരുമിച്ച് ആ കപ്പല് കടലിലേക്ക് ഇറക്കി. ആ സമയത്ത് ഇവന്റെ മുതുകത്തുള്ള ആ ഒരു പച്ചകുത്തിയിരുന്ന പാടും കാണിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ആ മുത്തശ്ശി പച്ചകുത്തിയ ആ ഒരു ചിഹ്നമുണ്ടല്ലോ, അത് ഇവരുടെ രാജാവിന്റേത് തന്നെയായിരുന്നു. ഇവരുടെ രാജാവിന്റെ മുതുകത്തുള്ള അതേ ചിഹ്നം തന്നെയാണ് ഇപ്പോൾ സുരിയുടെ മുതുകത്തുള്ളത്. അങ്ങനെ ഇവരെല്ലാവരും തങ്ങളുടെ നേതാവായി അവനെ കാണുകയും അവന്റെ കൂടെ തിരിച്ച് മുരുകന്റെ സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന മുരുകന്റെ ആൾക്കാരെ എല്ലാം തന്നെ കൊന്നൊടുക്കുകയും ചെയ്യുന്നു. അവിടെ അവർ ശേഖരിച്ചു വെച്ചിരുന്ന ആയുധങ്ങളെല്ലാം എടുത്ത് പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. അതിനിടയ്ക്ക് JPയുടെ കൂടെ ഉണ്ടായിരുന്ന ആ സ്പൈ ആയിട്ടുള്ള മറ്റൊരു സെൽവ എന്ന് പറയുന്ന പോലീസുകാരനില്ലേ, അയാളെ പോലും സുരി വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. അവനെയും കൊന്നു. അവസാനം മുരുകനുമായിട്ട് വലിയൊരു ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. അതിനൊടുവിൽ മുരുകനെ അവൻ കൊന്നു. എല്ലാവരെയും കൊന്നൊടുക്കി തന്റെ ചേട്ടനെയും കുടുംബത്തെയും മറ്റുള്ളവരെ എല്ലാം കൊന്നതിന് അവൻ പകരം വീട്ടി. ആ സമയത്ത് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കൂടി കാണിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ആ രാജാവ് ബ്രിട്ടീഷുകാരോട് പോരാടുന്ന സമയത്ത് ഒരു ചെറിയ പെൺകുട്ടി മാത്രം അവിടെ അവശേഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ആ പെൺകുട്ടി പല നാടുകളും കടന്ന് ഒടുവിൽ വയസ്സായി എത്തിച്ചേർന്നത് സുരിയുടെ നാട്ടിലായിരുന്നു. അന്ന് സുരി ഉത്സവത്തിന്റെ ഇടയ്ക്ക് വെച്ച് ഈ വൃദ്ധയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആ വൃദ്ധയ്ക്ക് അവൻ ഒരു തുള്ളി വെള്ളം കൊടുത്തു. ജീവിതത്തിന്റെ മരണത്തിന്റെ ഇടയ്ക്ക് അവർക്ക് വെള്ളം നൽകി അവരുടെ ജീവൻ രക്ഷിച്ച അവന്റെ മുതുകില് അവർ തങ്ങളുടെ രാജാവിന്റെ മുതുകിലുണ്ടായിരുന്ന ആ ചിഹ്നം പച്ചകുത്തി. അടുത്ത നിമിഷം തന്നെ അവർ വീണ്ടും മരിക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ രാജാവ് കൊടുത്ത ആ ഒരു കിരീടമില്ലേ, അവർ തങ്ങളുടെ പുതിയ രാജാവായ സുരിക്ക് ആ കിരീടം സമ്മാനിച്ചു. തങ്ങളുടെ രാജാവായി അവനെ വാഴ്ത്തുകയും ചെയ്തു. പക്ഷെ പ്രശ്നങ്ങൾ അവിടെ അവസാനിക്കുന്നുണ്ടായിരുന്നില്ല. മുരുകന്റെ മരണവാർത്തയും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഒടിയപ്പന്റെ മൂത്ത മകൻ സേതു അവിടേക്ക് വരുന്നു. സിൻഡിക്കേറ്റിലെ മറ്റാൾക്കാരോട് സംസാരിക്കുന്നതും കാണിക്കുന്നു. അതുപോലെ തന്നെ സുരിയുടെ സത്യം തേടി ഇന്ത്യയിലേക്ക് പോയ സിംഗയാകട്ടെ സുരി ഒരു പോലീസുകാരനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അവൻ തിരിച്ചു വന്ന ദ്വീപിലുള്ള ആൾക്കാരോട് സുരിയുടെ സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും. JP ആകട്ടെ മധുവിനോട് പറയുന്നുണ്ട് അന്ന് രാത്രി ശിവ മരിക്കുമെന്നുള്ള കാര്യം നിനക്ക് നേരത്തെ അറിയാമായിരുന്നു. നീ അത് സുരിയിൽ നിന്നും മറച്ചുവെച്ചു. ആ സത്യം അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ അവൻ വെച്ചേക്കില്ല. അന്ന് മനഃപൂർവ്വമല്ലേ നീ സുരിയെ അവിടേക്ക് പറഞ്ഞു വിടാതെ പിടിച്ചു നിർത്തിയത്. അങ്ങനെ ഇനിയും ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ബാക്കി വെച്ചുകൊണ്ട് ഈ ഒരു സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.